അമ്മൂമ്മയുടെ കുറേ കാര്യങ്ങൾ ഞാൻ കാനഡ പോകുന്നവരെ അമ്മൂമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയത്. അതിനുശേഷം സിന്ധുമ്മ അമ്മൂമ്മയുടെ കാര്യങ്ങൾ കുറേ നോക്കിയായിരുന്നു. പിന്നെ അവരെ അടിച്ച് തെറ്റി പിരിഞ്ഞു. എന്നോട് പറഞ്ഞു, സിന്ധുമ്മ പറഞ്ഞു, നീ നാട്ടിൽ വന്നിട്ട് അവരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കും. ഇത്രയും നല്ല ആഹാന നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞാൽ അമ്മൂമ്മനെ കുറിച്ച് കൊച്ചുമോൾ പറഞ്ഞതാണ്. ഈ ചാറ്റൊക്കെ എൻ്റെ അവരുടെ ഗ്രൂപ്പിൽ പുറത്താക്കി ഇതെല്ലാം ഞാൻ എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വെച്ചു. ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ അമ്മ പറയുമ്പോൾ അമ്മയെ കുറിച്ച് മോശമായിട്ട് പറയുന്നത് അത് അമ്മ ഇങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഒന്നും പറയാതില്ല. അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറയാം. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ച് വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തി. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പനെ പറഞ്ഞു, മക്കളെ നീ വാ, ഞങ്ങൾ രണ്ടുപേരും നോക്കണം, നീ വാ. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കാര്യം അവർ നോക്കാറില്ല. അമ്മൂമ്മനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞു. അതിൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇല്ല, അമ്മൂമ്മനെ പറയുന്നത് അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മ എന്നെ എടി അവളെ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മ എന്നെ എനിക്ക് പിന്നെ എനിക്ക് ഓസിനെ ഷാനിയെ ഹൻസിയെ പറഞ്ഞൂടെ. അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മ മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ കാഴ്ചവെച്ചു തരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരു അമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റേത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ പിന്നെ എന്താ എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാറുണ്ട്. എനിക്കൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് എനിക്ക് അവർ അയക്കുന്നതിന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പോൾ അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വന്നിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് തെറി വന്നതുകൊണ്ടാണ് ഞാൻ തെറി വന്നില്ല. ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്നത് അമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല, അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു. ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലാതെ എനിക്ക് അറിയത്തില്ല. അവരെ മൂക്കുന്ന രക്തം വന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞു. മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ തെറി പറഞ്ഞുകൊണ്ട് പോയ ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയുന്നത് അവിടെ ഒരു മെന്റൽ പ്രോബ്ലം ഉള്ള ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കരുത്. അവൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞോളാം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഇവർ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച് ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തുമാരുണ്ട്. അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്. സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്. അത് പോയി എനിക്ക് എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവർ പറയുന്നത് അമ്മ പറയുന്നത് ചിന്നമ്മ എൻ്റെ അമ്മ ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എൻ്റെ ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ 4 സിമിയെ ഞാൻ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയാം അമ്മ അപ്പൂപ്പനായിട്ട് അടിയാവുന്നു, അമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു, അമ്മ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യാതെ ആരും തിരക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലെ. അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാൻ ഒരു വീടും എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ തന്നിട്ട് എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞാൽ എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തതിനപ്പൂപ്പ എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്? അപ്പോൾ എന്തിനു വേണ്ടി അത് ചെയ്തെന്ന് ചോദിച്ചല്ലോ, ഈ അമ്മ ചോദിച്ചല്ലോ. All that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെ അയക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയാം, അമ്മ ഈ ഗ്രൂപ്പിൽ ഇറങ്ങണ്ട, അവരെന്താ പറയുന്നത് നീ കേട്ട് നോക്കി നിന്നോട് പറയാം. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിളിയായിട്ട് അത് മാത്രമല്ല ഞാൻ അഹാനെ കുറിച്ച് തെങ്ങുള്ളൂ, ഞാൻ അതിനെക്കുറിച്ച് ചാറ്റ് മാത്രമേ വായിക്കുന്നു, വേറെ കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എൻ്റെ അമ്മനെ ഇത്രയും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയുന്നത് സത്യാവസ്ഥ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വീട് വൃത്തിയാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മേൽ ഫുൾ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. ഈ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അമ്മ തന്നെ എനിക്ക് ആഫ്രിക്കക്കാർ ശരിക്കും ഈ നാട്ടിൽ ഈ കാര്യം കഴിഞ്ഞ 6 ദിവസം ഞാൻ ക്യാൻഡിൽ എനിക്ക് ഒന്നും അറിയില്ല. അമ്മ തന്നെ അമ്മയുടെ ഒരു ഫ്രണ്ട് ബാലകൃഷ്ണൻ ആ പുള്ളി വഴി ആഫ്രിക്കക്കാർ ആൾക്കാർ കൊണ്ടുവന്ന് മേൽ മൊത്തം ക്ലീൻ ആക്കിച്ചു. അത് ഞാൻ പറഞ്ഞില്ല, അമ്മയായിട്ട് ചെയ്യിച്ചു. എന്നിട്ട് പറഞ്ഞ് ഇവിടെ കിച്ചണിൽ അലുമിനിയം സ്റ്റീലും ഒക്കെ ഉണ്ട്, അത് കൊണ്ടുപോയി നമുക്ക് ഇവിടെ പാളയത്തോടെ കളി കൊടുക്കാം. ഇതൊന്നും എനിക്ക് അറിയുന്ന കാര്യമല്ല. ഇതെല്ലാം ചെയ്യാൻ അമ്മ എന്നോട് പറയാം. അപ്പോൾ പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പറയാം. കണ്ടുപിള്ളേർക്കുണ്ട്. പിന്നെ എനിക്ക് ഞാൻ മേലാണ് കുറ്റം വെച്ച് ഈ റൂമിൽ നമ്മൾ 4 പേര് വെച്ച് വലിയ കട്ടിലായിട്ട്. അപ്പോൾ ഇതാ ഒരു ഫ്രിഡ്ജ് വരുന്ന മേടിച്ചാൽ നമ്മൾ ഇന്ന് മേടിച്ചോണ്ട് വന്നതേ ഉള്ളൂ. സമയമില്ല, ഓരോ നിങ്ങളെല്ലാം കമ്മിറ്റി തരാനുള്ള സമയമില്ല, സാഹചര്യമില്ല. പിന്നെ കുഞ്ഞുങ്ങളെ കാര്യം നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇടയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും നിങ്ങൾ അവരെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു അത് പറയാതിരിക്കാൻ ഞാൻ കമന്റ് ഇട്ടു. അപ്പോൾ കാരണം ഞാൻ എനിക്ക് സമയമില്ല ഡിലീറ്റ് ചെയ്യാൻ, കാരണം എനിക്ക് അവരെ കുറിച്ച് നെഗറ്റീവ് ഇടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കമന്റ് സെക്ഷൻ ഓഫ് ചെയ്തിട്ട് പിന്നെ എനിക്ക് പറ്റുമ്പോഴത്തേക്കും എനിക്ക് റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ആ കമന്റ് ഡിലീറ്റ് ചെയ്യാം. അവരെ കുറിച്ച് കുറ്റം പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ ഈ ഫെയിം എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാനഡ വിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ പറ്റി പോയി, എൻ്റെ കാർ സീറ്റ് പോയി. എന്നിട്ട് ഞാൻ എയർപോർട്ടിൽ ഇന്ന ദിവസം വരാൻ പറഞ്ഞിട്ട് ഇവരാരും നമ്മൾ പിക്കാൻ വന്നില്ല. ഓസി മാത്രമാണ് വന്നത്. അവരെല്ലാം പറഞ്ഞത് എനിക്ക് നമ്മളൊന്നും പിക്കാൻ പറ്റില്ല, അവളെ നീ വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ പിക്കും. ഞാൻ ഓസിയാണ് പണ്ടോട്ട് കൂട്ടും. അപ്പോൾ ഓസി മാത്രമാണ് എന്നോട് ശരിക്കുള്ള സ്നേഹം. കാരണം ഞാൻ ഓസി വലിയ പ്രായമാണ്. അപ്പോൾ ഞാൻ ഇത്ര സ്പീഡിന് പറയുന്നത് ചെറിയ വരും. അവൻ കയറി വന്നാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അവനെ കൊണ്ട് ജസ്റ്റ് താഴേക്ക് പോയി കളിക്കാൻ. അതാണ് ഞാൻ സ്പീഡിന് പറയുന്നത്.
ചെയ്യുന്നത്. സോ ബേസിക്കലി ഓസിയും അശ്വിനും മാത്രമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇത്രയും ഹെൽപ്പ് ചെയ്തത്. അവരുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ വന്ന സമയത്ത് അവരെന്നെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ അശ്വിനെ സ്പെഷ്യലി അത്രയും നിർബന്ധിച്ച് തന്നെ ഇങ്ങനെ ചെയ്യണം, ടാബ് ഇങ്ങനെ ചെയ്യണം, ഇന്ന പാട്ട് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്ത റീൽസിൻ്റെ ഇത്രയും എനിക്കത് യൂട്യൂബ് സ്റ്റുഡിയോ സാധനം ഞാൻ അറിയില്ല. ഞാൻ പണ്ട് യൂട്യൂബിൻ്റെ അക്കൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് 40,000 വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പണ്ടിരുന്ന വീഡിയോസ് ഉണ്ട്. അന്നൊന്നും ഇവരാരും സഹായം ഉണ്ടായിരുന്നു.